ഞാനും ഹസ്ബൻഡും ഉദ്യോഗസ്ഥരാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് കുട്ടിയെ നോക്കുന്ന ട്രീറ്റ്മെന്റിലേക്ക് എത്തിപ്പെട്ട സമയത്താണ് പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നയൻതാരമേ മുൻപേ നമുക്ക് അറിയായിരുന്നു. അപ്പൊ അവരുടെ മോള് പാലക്കാട് മെനൂൺസ് ഹോസ്പിറ്റലിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ നമ്മുടെ ഹസ്ബൻഡ് ഫാമിലിയിൽ അന്വേഷിച്ചപ്പോൾ 40 വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു നല്ല ഹോസ്പിറ്റലാണ് പാലക്കാടുള്ളത്, മെനൂൺസ് ഹോസ്പിറ്റൽ. അപ്പൊ ഇവിടുത്തെ ട്രീറ്റ്മെന്റില് കാമന മാമിനെ കുറിച്ച് നമ്മള് മുമ്പേ മനസ്സിലാക്കി വന്നിരുന്നു. നമ്മുടെ കൂടെയുള്ള സ്റ്റാഫിന് ആൾക്കാരെ അവരടുത്ത് അന്വേഷിച്ച സമയത്ത് ഒലോക്കോടിനെ കുറിച്ച് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കുട്ടികളൊക്കെ അവിടെ നിന്ന് തന്നെയാണ് പ്രസവിച്ചത്. നല്ല ഡോക്ടറാണ് എന്നുള്ളത് പറഞ്ഞു. പ്രധാനമായിട്ടും ഇവിടുത്തെ ടൈമിങ്ങും ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർക്ക് മറ്റുള്ളവർക്കും ഒക്കെ നല്ലതാണ്. സാധാ ജോലിക്ക് പോകുന്ന ആൾക്കാർക്കും വളരെ നല്ലതാണ്. 9:30 മുതൽ 5 മണി വരെ വർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ലീവ് എടുക്കാതെ തന്നെ നമുക്കൊരു ഹോസ്പിറ്റലിൽ എത്തിപ്പെട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പിന്നെ അതിനേക്കാൾ ഉപരി നമ്മുടെ ഡോക്ടറുടെ പ്രൊഫഷണൽ സ്കില്ല്, അവരുടെ ഒരു ഗൈഡൻസ്, അവരുടെ മരുന്നുകൾ, യാതൊരുവിധ രീതിയിലുള്ള ബുദ്ധിമുട്ടോ ശരീരത്തിന് സാധാരണഗതിയിൽ പല മരുന്നുകൾ കഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ആ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടൊന്നും ശരീരത്തിന് ഉണ്ടായിട്ടില്ല. ഹെയർ ഫാളിൽ പോലെയുള്ള ഇഷ്യൂസോ അങ്ങനെ ബ്ലഡ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ആദ്യം മുതലുള്ള ട്രീറ്റ്മെന്റ് മുതൽ പ്രസവം വരെ നമ്മളെല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഒരു ഡ്രീം എന്ന് പറയുന്നത് ലൈഫിലെ ഏറ്റവും വലുതാണല്ലോ കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഡ്രീമിലേക്ക് ഇത്രയും ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് അടുത്ത് വന്ന് കാര്യങ്ങൾ ചെയ്യാൻ മറ്റ് വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമേ വന്നില്ല. നമുക്കത് സക്സസ് ആയ രീതിയിൽ 2-3 വർഷം കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത് കാമനാമിന്റെ ഒരൊറ്റ ഗൈഡൻസ് കൊണ്ടാണ്. കോൺഫിഡൻസോട് കൂടെ നമ്മളൊരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ ഇത് സക്സസ് ആവുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നുമല്ലോ. അപ്പൊ കോൺഫിഡൻസോട് കൂടെ നമ്മൾ നിൽക്കാൻ പറ്റിയത് അവരുടെ ഒരു നമ്മളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ്. അതുപോലെ നമ്മൾ അവരുടെ ട്രീറ്റ്മെന്റ് രീതി മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾക്കത് പറ്റിയത്. അതിന് ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ പ്രധാനമായിട്ടും അവരുടെ ഒരു കെയർ എന്ന് പറയുന്നത് നഴ്സിംഗ് സ്റ്റാഫ് ആവട്ടെ, ഓഫീസ് സ്റ്റാഫ് ആവട്ടെ, അവരുടെ ഒരു കെയറിങ്, നമുക്ക് സ്നേഹം ഭയങ്കര വലുതാണ്. അപ്പൊ അതൊക്കെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ട്രീറ്റ്മെന്റ് നിലനിർത്തി പോകുന്നതും. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഞങ്ങളെ കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടുന്ന രീതിയിലുള്ള രീതിയിലേക്ക് എത്തിപ്പെട്ടു.